നെക്സ്റ്റ് പ്രോബ്ലം ഇവിടെ ഇല്ല. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്. യൂസിങ് ദ മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/s² + 1 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ 1/s² + 1 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കാൻ പറഞ്ഞ, അതായത് ഇങ്ങനെ വെറുതെ കണ്ടുപിടിച്ചാൽ പോരാ, യൂസിങ് മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ, അതായത് മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ വെച്ചിട്ട് തന്നെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. ഇപ്പം ഞാൻ ഈ തന്ന ഫംഗ്ഷനെ ഞാൻ 2 ഫംഗ്ഷൻ ആക്കിയിട്ട് അറേഞ്ച് ചെയ്തതാണ്. 1/s² + 1 ഇൻറ്റു 1/s² + 1 എന്ന് എഴുതി. അതായത് ഇവിടെ s² + 1 ആയിരുന്നു. അതിനെ ഞാൻ 1/s² + 1 ഇൻറ്റു 1/s² + 1 എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫംഗ്ഷൻ ആക്കി. അതിൽ ഈ ഫംഗ്ഷനെ ഞാൻ എന്ത് വിളിക്കുകയാണ്, ക്യാപിറ്റൽ f(s) എന്നും ഈ ഫംഗ്ഷനെ ഞാൻ ക്യാപിറ്റൽ g(s) എന്ന് വിളിച്ചു. അപ്പം അങ്ങനെ 2 ഫംഗ്ഷനായിട്ട് വിളിക്കുകയാണ്. f(s) = ദിസ് ഫംഗ്ഷൻ ആൻഡ് g(s) = ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്ന 2 ഫോമിൽ വിളിച്ചു. ഇനി നമ്മളിവിടെ പറയുന്നത് അതാണ് നമ്മളിവിടെ എന്തിരിക്കുന്നത്, f(s) g(s) = 1/s² + 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ f(s) അതായത് നമുക്ക് ഇങ്ങനെയാണല്ലോ പറയുന്നത്, L of f(t) = ക്യാപിറ്റൽ ലെറ്റർ f(s) എന്നാണ് നമ്മൾ പഠിച്ച ഡെഫിനിഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് f(t) കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം, L ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ f(s) എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പം നമുക്കിവിടെ f(s) = g(s) = 1/s² + 1 ഉണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, f(t) കണ്ടുപിടിക്കണം. f(t) കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, L ഇൻവേഴ്സ് ഓഫ് 1/s² + 1 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് f(t) കിട്ടും. ഇവിടെ f(t) എന്ന് പറയുന്നതും g(t) എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം എന്താ, ക്യാപിറ്റൽ ലെറ്റർ f(s) എന്ന് പറയുന്നതും ക്യാപിറ്റൽ ലെറ്റർ g(s) എന്ന് പറയുന്നതും എന്തായിരുന്നു, സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അറിയുന്നതാണ് f(t) = g(t) = L ഇൻവേഴ്സ് ഓഫ് 1/s² + 1. നമ്മൾ കുറേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. L ഇൻവേഴ്സ് ഓഫ് 1/s² + 1 എന്ന് പറയുന്നത് sin t എന്നായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് L ഇൻവേഴ്സ് ഓഫ് ഇതാണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല അല്ലേ, നമുക്ക് കണ്ടുപിടിക്കുന്നത് ഏതാണ്, L ഇൻവേഴ്സ് ഓഫ് 1/s² + 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അതേ സീക്വട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, L ഇൻവേഴ്സ് ഓഫ് 1/s² + 1 ഇൻറ്റു 1/s² + 1 എന്ന് എഴുതാം അല്ലേ. ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, L ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ f(s) ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ g(s) എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ എഴുതിയിരിക്കുന്നത്. കാരണം ഇതെന്താണ്, f(s) ആണ്, ഇതെന്താണ്, g(s) ആണ്. അങ്ങനെ നമ്മളിതിനെ നമുക്ക് എന്താക്കി മാറ്റി, L ഇൻവേഴ്സ് ഓഫ് f(s) ഇൻറ്റു g(s) എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ അവിടെയുള്ള ആ ഒരു തിയറം നമ്മൾ പഠിച്ചിരുന്നു. അപ്പം തിയറത്തിൻ്റെ അവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു, എന്തായിരുന്നു, L ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ f(s) ഇൻറ്റു g(s) is equal to f കൺവല്യൂഷൻ വിത്ത് g(t) എന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ, അതായത് കൺവല്യൂഷൻ തിയറം എന്നുള്ളവിടുത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. L ഇൻവേഴ്സ് ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു സ്മാൾ ലെറ്റർ f, അതായത് നമ്മളിവിടെ കണ്ടുപിടിച്ചില്ല എഫും ജിയും, അതാണ് f*g(t) എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വായിക്കുന്നത് f കൺവല്യൂഷൻ g എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവിടെ തന്നെ നമ്മൾ ആ തിയറത്തിൽ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, f*g(t) ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻ്റഗ്രൽ 0 to 1 f(u) ഇൻറ്റു g(t - u) ഇൻറ്റു du എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ആ റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇക്വട്ട് നമുക്ക് എന്ത് വരും, ഇൻ്റഗ്രൽ 0 to 1 f(u) ഇൻറ്റു g(t - u) du എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ f(t)യും g(t) ഒക്കെ എന്തായിരുന്നു, f(t) is equal to g(t) which is equal to നമുക്ക് എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്, sin t എന്ന് പറയുന്നത് അല്ലേ.
ഇപ്പോൾ നമുക്കിനി എഫ് ഓഫ് യു എന്ന് എഴുതുമ്പോൾ എന്താ വരിക, അതായത് ടിക്ക് പകരം യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക, സൈൻ യു അല്ലേ. ഇനി ജി ഓഫ് ടി മൈനസ് യു എന്ന് പറയുമ്പോൾ എന്താണ്, ജി ഓഫ് ടിയിൽ ടിക്ക് പകരം ടി മൈനസ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ വരും, സൈൻ ടി മൈനസ് യു എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇനി അത് ഈ ഇൻ്റഗ്രലിൻ്റെ ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക, ഇൻ്റഗ്രൽ 0 to t സൈൻ യു ഇൻറ്റു സൈൻ ടി മൈനസ് യു ഡി യു എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ ഒരു ട്രിഗണോമെട്രിക് റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇതിനെ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളൊരു ട്രിഗണോമെട്രിക് റിസൾട്ട് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാണ്. ഇത് ഏത് ഫോമില ഒന്ന് ആലോചിച്ചേ, സൈൻ എ ഇൻറ്റു സൈൻ ബി എന്ന് പറയുന്ന ഫോമിലാണ് അല്ലേ. ഇപ്പം നമുക്ക് ട്രിഗണോമെട്രിക് റിസൾട്ട് അറിയുന്ന ഒരു റിസൾട്ടാണ് സൈൻ എ ഇൻറ്റു സൈൻ ബി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമുക്കുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിന് എന്താ ചെയ്യേണ്ടത്, ഇവിടെ എക്ക് പകരം നമ്മൾ യുവും അതുമാതിരി തന്നെ ബിക്ക് പകരം ടി മൈനസ് യുവും എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അത് ഒന്നും ചെയ്യാനില്ല, അതായത് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എ ഇതാണ്, മൈനസ് ബി എന്ന് പറയുന്നത് ഇതാണ്, ഇത് ചെയ്യാം. അതുമാതിരി തന്നെ എ പ്ലസ് ബി ഇവിടെ എഴുതുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യണ സമയത്ത് നമുക്കത് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, ഇൻ്റഗ്രൽ 0 to 1 1/2 ഇൻറ്റു കോസ് 2u മൈനസ് ടി മൈനസ് കോസ് ടി ഡി യു എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഇനി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 1/2 കോമൺ ആണ്, ഇനി കോമൺ ആയിട്ട് നമ്മൾ എടുത്തു ഇൻ്റഗ്രൽ 0 to t ഇൻറ്റു കോസ് 2u മൈനസ് ടി ഇൻറ്റു ഡി ടി മൈനസ് ഇൻ്റഗ്രൽ കോസ് ടി ഡി ടി എന്ന് നമുക്ക് വരും. ഓക്കെ, ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, ഇൻ്റഗ്രൽ കോസ് 2u മൈനസ് ടി ഇൻറ്റു, സോറി ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി എനിക്ക്, ഇൻറ്റു ഡി യു ആണ്, ഡി ടി അല്ല, ഇൻറ്റു ഡി യു. ഓക്കെ, ഇൻറ്റു ഡി യു ആണ്. ഓക്കെ, അപ്പോൾ ഡി യു നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഫസ്റ്റ് ചെയ്യുമ്പോൾ കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 ഇവിടെ കോമൺ ഉണ്ട്, കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, സൈൻ 2u മൈനസ് ടി എന്ന് വരും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ 2u മൈനസ് ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ എന്താ ഈ 2u മൈനസ് ടീനെ വിത്ത് റെസ്പെക്ട് ടു യുവിൽ കൂടി ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും, ഈ യുവിൻ്റെ ഒരു ഡിവൈഡഡ് ബൈ ഒരു 2 കൂടി വരും, ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 2u മൈനസ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ വരിക, മൈനസ് കോസ് ടീനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ ടി, സോറി സൈൻ ടി എന്നല്ല വരിക, നമ്മൾ വിത്ത് റെസ്പെക്റ്റ് യുവിലാണ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നമുക്കിത് എന്താണ്, കോസ് ടി ആണ്. കോസ് ടി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് കോസ് ടീനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കോസ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി യു എന്ന് വരും. സോ ആ ഒരു ടേം എന്ന് പറയുന്നത് എന്താ വരിക, യു ഇൻറ്റു കോസ് ടി എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു നമുക്ക് ചെയ്തതിന്. അതാണ് ഈ ബ്രാക്കറ്റിലുള്ളത് 1/2 സൈൻ 2u മൈനസ് ടി ഇൻറ്റു യു കോസ് ടി എന്ന് പറയുന്നത് വിത്തിൻ ദ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to t ആണ്. ഓക്കെ, ഇവിടെ ഇത് മാറിപ്പോകരുത്, ഡി യുവിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണത്, തെറ്റിപ്പോകരുത്. ഡി ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് എന്താ കിട്ടി, ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് എന്താ പറയുക കിട്ടിയിട്ടുള്ളത് 1/2 സൈൻ 2u മൈനസ് ടി മൈനസ് യു കോസ് ടി എന്ന് കിട്ടി. ഇനി നമുക്ക് ലിമിറ്റ് തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ നിന്ന് മുതൽ 0 to t. ഇത് എന്തിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്, യുവിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. സോ നമുക്കത് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റാണ് ഫസ്റ്റ് കൊടുക്കുന്നത്, 1/2 ഇൻറ്റു 1/2 സൈൻ ബ്രാക്കറ്റിൽ നമുക്ക് എന്തൊരു 2t മൈനസ് ടി മൈനസ് ടി കോസ് ടി എന്ന് വരും. ദെൻ മൈനസ് 1/2 യുവിന് പകരം ഇവിടെ 0 കൊടുക്കുമ്പോൾ എന്ത് വരും, സൈൻ മൈനസ് ടി 1/t സൈൻ മൈനസ് ടി. ദെൻ നമ്മളിതിൽ ഇതിവിടെ യുന്ന് തന്നെ 0 കൊടുക്കുമ്പോൾ അതെന്തായി, ആ ടേം എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക്
മാറി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടേം നോക്കാം. ഇവിടെ എന്ത് വരും? സൈൻ 2t - t എന്ന് പറയുമ്പോൾ സൈൻ ടി അല്ലേ. അപ്പോൾ നമുക്കത് 1/2 സൈൻ ടി എന്ന് വരും. പിന്നെ ഈ ഒരു ടേം നോക്കുക. ഈ ഒരു ടേമിൽ നമുക്ക് എന്താ പറയുക? സൈൻ -t. സൈൻ -t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ഓഫ് സൈൻ ടി. അപ്പോൾ ആ മൈനസും ഈ ഒരു മൈനസും കൂടി പ്ലസ് ആയിട്ട് നമുക്ക് എന്ത് വരും? പ്ലസ് ഒരു 1/2 സൈൻ ടി കൂടി വരും. ദെൻ -t cos t എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 1/2 സൈൻ ടിയും അതുമാതിരി തന്നെ 1/2 സൈൻ ടി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? സൈൻ ടി വരും ബാക്കിയുള്ള ടേം. ഓക്കെ, ഇപ്പം നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 1/2 സൈൻ ടി -t cos t എന്ന് പറയും. ഇതായിരുന്നു നമുക്ക് വേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ തന്നെ വേറെ ഒരു അതേമാതിരി തന്നെ യൂസ് ചെയ്യും. മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. മറ്റൊരു ഫംഗ്ഷൻ കൂടി ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ എന്ന് പറയുന്നത് s² ഡിവൈഡഡ് ബൈ s² പ്ലസ് a² ഇൻറ്റു s² പ്ലസ് b² എന്ന് പറയുന്ന ഫോമിൽ ഉള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആക്കി എഴുതാണ്. എങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ s ഡിവൈഡഡ് ബൈ s² പ്ലസ് a² ഇൻറ്റു s ഡിവൈഡഡ് ബൈ s² പ്ലസ് b² എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതും. എന്നിട്ട് ഈ ഒരു ഫസ്റ്റത്തെ ഫംഗ്ഷനെ നമ്മൾ f(s) എന്നും ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ g(s) എന്നും വിളിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ എന്തായിട്ട് മാറി? f(s), ക്യാപിറ്റൽ ലെറ്റർ f(s) is equal to s divided by s² plus a² and g(s) is equal to s divided by s² plus b² എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയുന്നതാണല്ലേ f(s) is equal to നമുക്ക് എന്താ അറിയാം? L of f(t) ആണ്. അങ്ങനെയാണെങ്കിൽ which implies that f(t) is equal to നമുക്ക് എന്താ പറയാൻ പറ്റുക? is equal to L inverse of capital letter f(s) അല്ലേ. അതേമാതിരി തന്നെ g(t) is equal to നമുക്ക് എന്താ പറയാൻ പറ്റുക? g(t) is equal to L inverse of capital G(s) എന്ന് പറയും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്മാൾ ലെറ്റർ f(t)യും സ്മാൾ ലെറ്റർ g(t)യും കണ്ടുപിടിക്കുക. അപ്പോൾ സ്മാൾ ലെറ്റർ f(t) is equal to നമുക്ക് എന്താ പറയാം? L inverse of capital letter f(s). f(s) എന്താണ്? s divided by s² plus a². L inverse of s divided by s² plus a² എന്ന് പറയുന്നത് ഏതാണ്? cos at. ഓക്കെ, ഇനി നമ്മൾ അതേമാതിരി g(t) കാണാണ്. g(t) is equal to L inverse of capital letter G(s). ഇവിടുത്തെ capital letter G(s) ഏതാണ്? s divided by s² plus b² ആണ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യുക? അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ L ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ s² പ്ലസ് b² എന്ന് പറയുന്നത് എന്താണ്? കോസ് ബി ടി ആണ്. സോ ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് കിട്ടി? f(t) എന്നുള്ളതും കിട്ടി, g(t) എന്ന് പറയുന്നതും കിട്ടി. നമുക്ക് f(t)യും g(t)യും കണ്ടുപിടിക്കുകയായിരുന്നോ വേണ്ടേ? അല്ല, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? L ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്നാണ് അല്ലേ. അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? L ഇൻവേഴ്സ് ഓഫ് s ഡിവൈഡഡ് ബൈ s² plus a² ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ s² പ്ലസ് b² എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിരുന്നു? ഇതെന്തായിരുന്നു? ഫസ്റ്റത്തെ വണ്ണ് ക്യാപിറ്റൽ ലെറ്റർ f(s), ഇതെന്തായിരുന്നു? ക്യാപിറ്റൽ ലെറ്റർ g(s). സോ നമുക്ക് അതിന് എന്ത് എഴുതാൻ പറ്റും? L ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ f(s) ഇൻറ്റു g(s) എന്ന് പറയാം. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് കൺവല്യൂഷൻ വിത്ത് g, അതായത് f*g(t) എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ബൈ ഡെഫിനിഷൻ അല്ലായിരുന്നു, കൺവല്യൂഷൻ തിയറം പ്രകാരം വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t f(u) ഇൻറ്റു g(t minus u du) എന്ന് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമുക്ക് f(t) എന്ന് പറയുന്നത് ഏതായിരുന്നു? നമുക്കിവിടെ നോക്കിക്കേ, f(t) എന്ന് പറയുന്നത് ഏതായിരുന്നു? കോസ് എ ടി അല്ലേ. f(t) എന്ന് പറയുന്നത് കോസ് എ ടിയും g(t) എന്ന് പറയുന്നത് കോസ് ബി ടി ആയിരുന്നു. സോ അത് വെച്ചിട്ട് നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? f(u) എന്ന് പറയുമ്പോൾ കോസ് എയും g(t മൈനസ് u) എന്ന് പറയുമ്പോൾ അതായത് g(t) is equal to നമുക്ക് കോസ് ബി ടി എന്ന് നമുക്ക് കയ്യിലുണ്ട്. അപ്പോൾ ഇനി അതിൽ എന്താ പറയുക? ടിക്ക് പകരം ടി മൈനസ് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കോസ് എ യു ഇൻറ്റു കോസ് ബി ഇൻറ്റു ടി മൈനസ് യു എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ പറയുക? ഇതെന്ന് പറയുന്നത് ഏത് ഫോമിലാണ് ഒന്ന് നോക്കിക്കേ. കോസ് എ ഇൻറ്റു കോസ് ബി എന്ന് പറയുന്ന ഫോമുല. ഇതിന് ഡയറക്റ്റ്ലി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ, അതായത് നമ്മൾ ഇൻ്റഗ്രേഷൻ ഇങ്ങനെ പ്രൊഡക്റ്റ് റൂൾ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു
ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി, ആ ഒരു ഫോം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്ത് വന്ന് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കുറേ സ്റ്റെപ്പ് വരും. സോ അതുകൊണ്ട് നമ്മളിതിനെ അറിയുന്ന വേറൊരു റിസൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോസ് എ ഇൻറ്റു കോസ് ബി എന്ന് പറയുന്ന ഫോമില. ഓക്കെ, അപ്പോൾ കോസ് എ കോസ് ബി ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് ഇക്വേഷൻ, കോസ് എ ഇൻറ്റു കോസ് ബി ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്, 1/2 ഇൻറ്റു cos a plus b plus cos a minus b എന്നാണുള്ളത്. ഓക്കെ, ഇവിടുത്തെ എ എന്ന് പറയുന്നത് ഏതായിരുന്നു, എ എന്ന് പറയുന്നത് എ യുവും ബി എന്ന് പറയുന്നത് ബി ഇൻറ്റു ടി മൈനസ് യു എന്നുള്ളതാണ് എയും ബിയും. ഓക്കെ, ഇനി ആ എൻ്റെയും ബിൻ്റെയും വാല്യൂ ഇതിൽ രണ്ടിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ കിട്ടും. ഇൻറ്റഗ്രൽ 0 to t 1/2 ഇൻറ്റു ദിസ് ടേം പ്ലസ് ദിസ് ടേം എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മളതിനെ എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിന് നമുക്ക് എഴുതാം, എങ്ങനെ വരിക, 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to t ഇൻറ്റു നമുക്ക് എന്ത് വരും, കോസ് ബ്രാക്കറ്റിലാണ് എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി ഇൻറ്റു ഡി യു എന്ന് വരും. ഓക്കെ, അടുത്ത ടേം അതേമാതിരി തന്നെയാണ്. അടുത്ത ടേം പ്ലസ് നെക്സ്റ്റ് ടേം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതേമാതിരി ചെയ്താൽ ഒരു ടേം ഞാൻ പറഞ്ഞുതരാം, ഒരു ടേം നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു യുവിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, സൈൻ ഈ ഒരു ആംഗിൾ, അതായത് എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി എന്ന് വരും. ദെൻ ഡിവൈഡഡ് ബൈ യുവിൻ്റെ കോയിഫിഷ്യൻ്റ്, ഇവിടുത്തെ യുവിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതായിരുന്നു, എ മൈനസ് ബി എന്ന് വരും. ഓക്കെ, അങ്ങനെ മറ്റേ ടേമിൻ്റെ അതേമാതിരി തന്നെ വരാം. സോ നമുക്കത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് വരും, 1/2 ഇൻറ്റു എ മൈനസ് ബി സൈൻ ദിസ് ടേം പ്ലസ് 1/a പ്ലസ് ബി ഇൻറ്റു സൈൻ ഓഫ് ദിസ് ടേം എന്ന് വരും. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി എന്ന് മാത്രം തന്നെയുള്ളൂ. ഇനി നമ്മൾ ഇതിനെങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, എ പ്ലസ് ബി ഇൻറ്റു ദിസ് ടേം പ്ലസ് എ മൈനസ് ബി ഇൻറ്റു ദിസ് ടേം വോൾ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് നമുക്ക് വരും. ഓക്കെ, ഈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബിനെ നമ്മൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഇത് നിങ്ങൾ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ സൈൻ എ ടി മൈനസ് ബി സൈൻ ബി ടി എന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമുക്കുള്ള ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്.